ഖുർആൻ ശാസ്ത്രം എന്ന വിഷയത്തിൽ നമുക്ക് മുമ്പിൽ പൊതുവിൽ 3 വീക്ഷണമാണ് കാണാറുള്ളത്. ഒന്ന്, ആര് എന്ത് ശാസ്ത്രമായി പറഞ്ഞാലും അത് ഖുർആനിലുണ്ട് എന്ന് പറയുക. 1400 ചില്ലാനത്തോളം വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ പറഞ്ഞതാണ് എന്ന് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്. രണ്ടാമത്തെ ഭാഗം, എല്ലാ ശാസ്ത്രവും ഖുർആനിലുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് പറയലാണ്. മൂന്നാമത്തേത്, ശാസ്ത്രം എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വിഷയമേ അല്ല, എന്നാൽ ഖുർആനിൽ ശാസ്ത്രമുണ്ട് താനും. ഇതിലെ മൂന്നാമത്തെ വീക്ഷണമാണ് ഫലപ്രദവും സ്വീകാര്യവുമായിട്ടുള്ളത്. അഥവാ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. ഖുർആനിൽ രാഷ്ട്രീയമുണ്ട്, സാമൂഹിക മേഖലയുണ്ട്, ആരാധനയുണ്ട്, അനുഷ്ഠാനമുണ്ട്. എന്നതുപോലെ ഖുർആനിൽ ശാസ്ത്രവും ഉണ്ട്. ഖുർആനിൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും ശാസ്ത്രീയമാണ്. വഹ്കിമത്ത് ആയാതു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തെ ജ്ഞാനഭദ്രതയുള്ളത് എന്ന നിലയ്ക്ക് ശാസ്ത്രീയം, സയൻറ്റിഫിക് എന്ന് ഖുർആനിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഖുർആനിൽ ശാസ്ത്രമുണ്ട് എന്നിടത്താണ് ശരിയായ വീക്ഷണം. സയൻസ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റുകളുടെ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നാം ജീവിക്കുന്ന ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട പഠനമാണ്. ഫിസിക്കൽ വേൾഡിൽ സംഭവിക്കുന്ന പഠനമാണ്. എന്നാൽ രണ്ടാമത്തെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് ബിയോണ്ട് ദ ഫിസിക്കൽ പെർസെപ്ഷൻ ആണ്. അവിടെ എക്സ്പെരിമെൻറ്റുകളല്ല, പരീക്ഷണങ്ങളല്ല, മറിച്ച് അബ്സ്ട്രാക്റ്റ് തോട്ട് റദർ ദാൻ എക്സ്പെരിമെൻറ്റ് എന്നതാണ്. സൗണ്ടിനെന്തോ പ്രശ്നമുണ്ട്. ഏതായിരുന്നാലും ഒന്ന്, നാം ജീവിക്കുന്ന ലോകവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മെറ്റാഫിസിക്കൽ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിനപ്പുറത്ത് വസ്തുതാപരമായി സമർത്ഥിക്കുന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എന്നത്. ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം എന്ന് പറയുന്നത് ശാസ്ത്രപാഠങ്ങൾ പഠിപ്പിക്കലല്ല, മറിച്ച് അത് മാനവതയുടെ സന്മാർഗമാണ്, മാർഗദർശനമാണ്. ആ സന്മാർഗത്തിൻ്റെയും സത്യാസത്യ വിവേചനങ്ങളുടെയും വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നിർവഹിക്കുന്നത്. ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം ഇതാണ്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി അത് വിശദീകരിക്കുന്നുണ്ട്. അലിഫ് ലാം മീം കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ് മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യനെ ബാധിക്കുന്ന, മാനവകുലത്തെ ബാധിക്കുന്ന ഏതർത്ഥത്തിലുള്ള, ഇൻ ഓൾ റെസ്പെക്റ്റ്, ഇരുട്ടുകളിൽ നിന്നും ഏകമായ സത്യപ്രകാശത്തിലേക്ക് വഴി നടത്തുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതരണ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഹുദൽ ലിന്നാസ് നിർവഹിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആൻ മറ്റു പല വിജ്ഞാന ആശയധാരകളെയും ഉപയോഗപ്പെടുത്തിയതുപോലെ ശാസ്ത്രത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നു നാം ശാസ്ത്രം എന്ന് പറയുന്നതിനെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ മൗലികത എന്ന് പറയുന്നത് വളരെ കൃത്യമായി നാം ഗ്രഹിക്കേണ്ട ഒന്നാണ്.
സൂറ ഫുസ്സിലത്തിലെ 42-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ആ കാര്യം വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂക്ഷ്മാർത്ഥത്തിൽ പോലുമുള്ള തെറ്റുകൾ സംഭവിക്കുന്നില്ല. കാരണം അത് നിഗമനങ്ങളിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നതല്ല. ശാസ്ത്രമെന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണ നിഗമനങ്ങളിലൂടെ ഒരു വേള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ യാഥാർത്ഥ്യമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്, യഥായോചിതമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്, ഹഖായിട്ടുള്ളതാണ്. അതിലേക്ക് ഏത് അർത്ഥത്തിലും മുന്നിലും പിന്നിലും കൈവഴികളിലൂടെയൊന്നും അതിലേക്ക് തെറ്റുകൾ കടന്നു വരുന്നില്ല. നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 2-ാമത്തെ വചനത്തിൽ ഖുർആൻ പ്രതിപാദിക്കുന്നത് അതിൻ്റെ മൗലികമായ ആശയത്തെയാണ്. ദലികൽ കിതാബ് ലാ റൈബ ഫീ. സംശയം എന്നതിന് നമുക്കൊക്കെ അറിയാം, ഷക്ക് എന്ന പദമാണ് പൊതുവിൽ ഉപയോഗിക്കുക. ലാ ശക്ക ഫീ, ഒരു സംശയവുമില്ല. പക്ഷെ ഇവിടെ ഖുർആൻ ഉപയോഗിക്കുന്നത് ദാലികൽ കിതാബു ലാ ശക്ക ഫീഹി എന്നല്ല, ലാ റൈബ ഫീഹി എന്നാണ്. അതിസൂക്ഷ്മമായ അളവിൽ സംശയത്തിന്റെ ഇന്ദ്രിയ ബിന്ദു പോലും ഇല്ലാത്ത ഒന്നിനെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ റൈബ് എന്നുപയോഗിച്ചത്. സൂക്ഷ്മതലങ്ങളുടെ അതിസൂക്ഷ്മ സമഗ്രതയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ രണ്ടാമതായി സൂചിപ്പിക്കുന്ന ഭാഗം അത് കാലത്തെ അതിജീവിക്കുന്നതാണ്. ശരിയായ ആശയത്തെ പഠിപ്പിക്കുകയല്ല, ഏറ്റവും ശരിയായതിനെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. സൂറത്തു ഇസ്രായിലെ 9-ാമത്തെ വചനം. എന്നാണോ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്, ആ അവതരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ തുടർന്നും ഈ ഏറ്റവും ചൊവ്വായ മാർഗത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രം ശരിയിൽ നിന്ന് തെറ്റിലേക്കുള്ള വീണ്ടും തിരുത്തി വികസിപ്പിച്ച് പിൻവലിച്ച് യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ്. ശാസ്ത്രം ആത്യന്തികവും മൗലികവുമായ സത്യത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രത്തിന് തെറ്റുപറ്റാറുണ്ട് എന്നതാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് സൂര്യനാണ്, അത് ഭൂമിയാണ് എന്ന അഭിപ്രായം ശാസ്ത്രത്തിനുണ്ടായിരുന്നു. ടോളമി ഭൂമിയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ കോപ്പർനിക്കസ് സൂര്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വേള ലോക ചരിത്രത്തിൽ, ശാസ്ത്ര ചരിത്രത്തിൽ ഏറ്റവും ദാരുണമായി വധിക്കപ്പെട്ടവരും ചുട്ടുകരിക്കപ്പെട്ടവരും ഉണ്ട് എന്ന് കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ഉന്നയിച്ചിട്ടുള്ള വേദഗ്രന്ഥത്തിലെ ഒന്നുകിൽ ബിബ്ലിക്കൽ പാർട്ടിൽ വരുന്നതോ അതല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളുടെ ഭാഗമായി രേഖപ്പെട്ട് കിടക്കുന്നതോ ആയിട്ടുള്ള വേദഗ്രന്ഥത്തിന്റെ പരാമർശ വിരുദ്ധമായ ഭാഗങ്ങൾ ടോളമിയെ പോലെയുള്ള, കോപ്പർനിക്കസിനെ പോലെയുള്ള, ഗലീലിയോയെ പോലെയുള്ള, ബ്രൂണയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു എന്നതുകൊണ്ട് അവർ നേരിടേണ്ടി വന്നത് ഏറ്റവും വലിയ ദുരന്തങ്ങളായിരുന്നു. ചുട്ടുകൊല്ലുകയോ നാടുകടത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം പറഞ്ഞത് വീണ്ടും തിരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം, ഖുർആൻ എന്ന് പറയുന്ന ഒന്ന്, ശാസ്ത്രതലത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ആധാരം ഒരു തരത്തിലുമുള്ള തിരുത്തലുകൾക്കോ വികസന വികാസങ്ങൾക്കോ ആവശ്യമില്ലാത്ത വിധം ജ്ഞാനഭദ്രമാണ്, ആശയ സമഗ്രമാണ്, മൗലികമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. വിശുദ്ധ ഖുർആൻ എന്തിനാണ് ഈ ശാസ്ത്രീയമായ പരാമർശങ്ങൾ നൽകുന്നത്? ഖുർആൻ തന്നെ ആ ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ചക്രവാളങ്ങളിലും മനുഷ്യന്റെ സ്വശരീരങ്ങളിലും അത്ഭുതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിന്റെ അവതരണം മുതൽ ലോകാന്ത്യം വരെ വൈവിധ്യമായ തലങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്റെ ജ്ഞാനമണ്ഡലത്തെയും ദിഷണ വൈഭവത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ പ്രതിപാദിച്ചിട്ടുള്ള ശാസ്ത്രീയമായ പരാമർശങ്ങളെ ഉജ്ജ്വലമായി അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ അവതരണം നിർവഹിക്കുന്നത് ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, വിശുദ്ധ ഖുർആൻ അൽ ഹഖാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ്. യാഥാർത്ഥ്യമുള്ളത്, യഥായോജിതമായത് എന്നാണ് ഹഖ് എന്ന പദം. അൽ ഹഖ് ഒരർത്ഥത്തിലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിധം കൃത്യതയോടുകൂടിയിട്ട് വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയ പരാമർശങ്ങളെ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് ഒരാശയം. രണ്ടാമത്തേതായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം നിർവഹിക്കുക എന്നതാണ്. ഖുർആൻ പ്രതിപാദിക്കുന്ന ഓരോ ആശയങ്ങളെയും അത് വിശ്വലോകത്ത് ദൃശ്യപ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന ആകാശ ഭൂമി ചന്ദ്രഖഗോള ജീവജാലങ്ങളെ കുറിച്ചുള്ള മേഖലകളിൽ വിശുദ്ധ ഖുർആൻ വസ്തുതകൾ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തുകയും യുഫസ്സിലുൽ ആയ, അതിന്റെ വചനങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ആകാശങ്ങൾ, ഭൂമികൾ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയെല്ലാം, ഭൂമികൾ എന്ന് ഞാൻ പറഞ്ഞത് ബോധപൂർവമാണ്. യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയ, രണ്ടാമത്തെ ലക്ഷ്യമായി അല്ലെങ്കിൽ ഖുർആൻ പ്രതിപാദിച്ച ലക്ഷ്യങ്ങളിലെ രണ്ടാമതായി ഞാൻ പറയുന്നത് യുബദ്ദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയ, വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് സന്ദേശമായ മാർഗദർശനമായ ഖുർആൻ പിൻപറ്റി മുന്നോട്ട് പോവുക എന്ന ആശയത്തെയാണ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തേത്, ശാസ്ത്രലോകം തുറക്കുന്ന മനുഷ്യന്റെ ദിഷണ രംഗമുണ്ട്. ശാസ്ത്രീയമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തുന്ന സമയത്ത്, വിശിഷ്യ ഇത്തരത്തിലുള്ള രാജ്യം അടയാളപ്പെടുത്തുന്ന ഒരു സമ്മേളനത്തിൽ നാം സംസാരിക്കുമ്പോൾ നമ്മളിൽ വരേണ്ട ഒരു ദിഷണാലോകമുണ്ട്. ആ ദിഷണാലോകത്തേക്ക് മനുഷ്യന്റെ ചിന്തയെ കൂട്ടുപിടിക്കുക, കവാടം തുറന്നിടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഖുർആൻ പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാത് എന്ന് തുടങ്ങുന്ന നമുക്ക് പരിചയമുള്ള ഈ വചനത്തിലൂടെ രേഖപ്പെടുത്തിയൊരു ഭാഗമാണിത്. ലആയ, അതിൽ ദൃഷ്ടാന്തമുണ്ട്. ആർക്കാണ്? ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്കാണ്. മനുഷ്യൻ എന്നതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അവന് ചിന്തിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ളൊരു ആശയത്തിലേക്ക് അതിൻ്റെ ശാസ്ത്രീയവും അമാനുഷികവുമായ പരാമർശങ്ങളെ മറ്റു പരാമർശങ്ങളെ കൂടി എല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഖുർആൻ അഖൽ എന്ന പദം ഖുർആനിൽ കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അഖൽ എന്നൊരു പദമില്ല. ബുദ്ധി എന്നതിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് അഖൽ എന്ന പദമല്ല. ബുദ്ധി എന്നതിന് അറബി ഭാഷയിൽ അഖൽ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, തലച്ചോർ എന്നൊരു പദം വിശുദ്ധ ഖുർആനിലില്ല. അഖലില്ല, തലച്ചോറില്ല. എന്നാൽ അഖലിൽ നിന്ന് രൂപപ്പെടുന്ന ക്രിയാപദങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. 49 തവണയാണ്. അൽബാബ് എന്ന ഖുർആൻ ശാസ്ത്രത്തിന് മുന്നിൽ നടക്കുമ്പോൾ, ശാസ്ത്രത്തെ കൈപിടിച്ച് വിശുദ്ധ ഖുർആൻ കൊണ്ടുപോകുമ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഒരു ആശയത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അഥവാ ഖുർആനിൽ ഉപയോഗിക്കുന്ന ചിന്ത മേഖലകളിലുള്ള എല്ലാ പദങ്ങളും ക്രിയാപദങ്ങളാണ്. ആ ക്രിയാപദങ്ങളുടെ പ്രത്യേകതയോ അത് ഭാവിയും വർത്തമാനവുമാണ്. തൻ്റെ വിജ്ഞാനത്തിന്റെ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക്, ഇന്നവേഷനുകളിലേക്ക് തൻ്റെ ചിന്തയെ കൊണ്ടുപോകുന്നതിന് അടിത്തറപാകുന്ന ഫണ്ടമെന്റലായ ഭാഗങ്ങൾ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു. അതോടൊപ്പം തന്നെ വർത്തമാനകാലത്തെ നടക്കുന്ന ലൈവായ കാര്യങ്ങളിലേക്കും വിശുദ്ധ ഖുർആൻ നമ്മളുടെ ചിന്തയെ കൊണ്ടുപോകുന്നു. വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ജ്ഞാനം ലഭ്യമാകുന്ന, ദിഷണ പ്രകാരം ലഭിക്കുന്ന
കണ്ണുകളെക്കുറിച്ച, കാതുകളെക്കുറിച്ച, കൽബുകളെക്കുറിച്ച, തലച്ചോറുകളെക്കുറിച്ച വിശുദ്ധ ഖുർആനിന്റെ ഓരോ പ്രതിപാദനവും ഖുർആനിന്റെ ശാസ്ത്രീയമായ മേഖലകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന കവാടങ്ങളാണ്. അറിവ് നേടാനുള്ള ഈ കൽപ്പന ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അതിശക്തമായ പ്രേരണയുണ്ടായി. ആ ശക്തമായ പ്രേരണയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തിന്റെ രംഗത്ത് ചെയ്തിട്ടുള്ള വിപ്ലവം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുർആൻ ശാസ്ത്ര വിപ്ലവം എന്ന് പറയുമ്പോൾ ഖുർആൻ മനുഷ്യന്റെ ദിഷണാശക്തിയെ ഉജ്ജ്വലമായി ജ്വലിപ്പിച്ചു നിർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയെത്ര ശാസ്ത്രകാരന്മാർക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ജ്ഞാന മേഖലകളിലേക്ക് വരുന്നതോടുകൂടി ജന്മം നൽകിയിട്ടുള്ളത്. ധാരാളം സമയത്തിന്റെ പരിമിതി കൊണ്ട് ആ വിഷയത്തെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. എത്രയെത്ര ശാസ്ത്ര ശാഖകളെയാണ് വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായ രംഗത്ത് നൽകിയിട്ടുള്ള വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ ഫലമായി ലോകത്ത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വേള മധ്യമ നൂറ്റാണ്ടിനെ കുറിച്ചുള്ള അവതരണങ്ങളിൽ യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് മധ്യമ കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം എന്ന് പരിചയപ്പെടുത്തിയത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനം കടന്നു വരുന്ന മധ്യകാലഘട്ടത്തിന്റെ ഭാഗങ്ങളിൽ ഇരുട്ട് പരന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഇസ്ലാമികമോ മുസ്ലിം ജനസമൂഹമോ ശാസ്ത്രകാരന്മാരോ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുട്ടിന്റെ യാതൊരു ലാഞ്ചനയും ഉണ്ടായിരുന്നില്ലെന്നു മാത്രമല്ല, വിജ്ഞാനത്തിന്റെയും ദിഷണയുടെയും ഏറ്റവും ശക്തമായ പ്രഭാമണ്ഡലങ്ങളെ കാത്തുസൂക്ഷിക്കാൻ അന്ന് ഇസ്ലാമിക മുസ്ലിം ലോകത്തിനും ഭരണാധികാരികൾക്കും സാധ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന അസ്ട്രോണമി ആയിരുന്നാലും, ജോഗ്രഫി ആയിരുന്നാലും, എംബ്രിയോളജി ആയിരുന്നാലും, വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്ന പക്ഷിശാസ്ത്രത്തെക്കുറിച്ചോ കോസ്മോളജിയെക്കുറിച്ചോ ഫിസിയോളജിയെക്കുറിച്ചോ അതേപോലെ തന്നെ ഓഷ്യാനോഗ്രാഫിയെക്കുറിച്ചോ ഏതു തലങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അവിടങ്ങളിലൊക്കെയും ശക്തമായ വിളക്ക് പ്രകാശം കൈവരുത്തുകയായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോക്രട്ടീസിന്റെയും പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും അതേപോലെ തന്നെ തത്വചിന്തകന്മാരായ ഹിപ്പോക്രാറ്റസിന്റെയും ഹെറഡോട്ടസിന്റെയും ഒക്കെ കാലത്ത് ഗ്രീസ് എന്ന് പറയുന്നത് വൈജ്ഞാനിക രംഗത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന വൈജ്ഞാനിക പ്രഭാവമുള്ളൊരു കാലമാണ്. എന്നാൽ ഈ വൈജ്ഞാനിക പ്രഭാവമുള്ളൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിനു ശേഷം പിന്നീട് ദീർഘമായി ശാസ്ത്രത്തെ തന്റെ കയ്യിലെടുത്തമ്മാനമാടിയിരുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ബാഗ്ദാദിന്റെയും കൊർഡോവയുടെയും സമർഖന്ദിന്റെയും ഇസ്തംബൂളിന്റെയും പട്ടണങ്ങളിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഒബ്സർവേറ്ററികളിലൂടെ ആസ്ട്രോലാബുകളിലൂടെയായിരുന്നു എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അഥവാ യൂറോപ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ ഡാർക്ക് ഏജായി പരിചയപ്പെടുത്തുന്ന മധ്യമ കാലഘട്ടത്തിൽ ശാസ്ത്രം വളർത്തിയെടുത്തതല്ല, ഖുർആൻ വളർത്തിയെടുത്തിട്ടുള്ള വിജ്ഞാനത്തിന്റെയും ദിഷണയുടെയും അതിശക്തമായ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് ശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകുന്ന വിപ്ലവ സൂര്യന്മാരായി ജ്ഞാനഭദ്രതയുള്ള വിജ്ഞാനത്തിന്റെ ആശയം എടുത്തുകൊണ്ട് കടന്നുപോയിട്ടുള്ള വലിയ വലിയ മനുഷ്യന്മാരെയും ശാസ്ത്രകാരന്മാരെയും നമുക്ക് കാണാൻ കഴിയും. പിന്നീടുള്ള പഠനങ്ങളിലാണ് വൈ ദ മിഡിൽ ഏജ് ആർ കാൾഡ് ദ ഡാർക്ക് ഏജ് എന്ന് വരുന്നത്. യൂറോപ്പിലേക്ക് നീട്ടിവരക്കപ്പെട്ടിട്ടുള്ള ജ്ഞാനോദയ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴോ യൂറോപ്യനെ കുറിച്ചുള്ള വൈജ്ഞാനിക തലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴോ മാത്രമേ നമുക്ക് ഇരുണ്ട യുഗം എന്ന് പരിചയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇസ്ലാമിന്റെ മധ്യമ നൂറ്റാണ്ടിനെ, മുസ്ലിങ്ങളുടെ മധ്യമ നൂറ്റാണ്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ശക്തമായ ശാസ്ത്ര വളർച്ച ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ഗോൾഡൻ ഏജ്, ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജിനെ സംബന്ധിച്ചുള്ള റിച്ചാർഡ് ഡബ്ല്യു ബുള്ളറ്റിന്റെ പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. മധ്യനൂറ്റാണ്ടുകളിലെ ശാസ്ത്ര പ്രതിഭകൾ എന്ന പേരിൽ കവാടം ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം ഇതാണ്. ആ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 1-ാം പതിപ്പിൽ ഏറ്റവും ശക്തമായി വൈജ്ഞാനിക രംഗത്ത്, ശാസ്ത്രീയ രംഗത്ത് സംഭാവന അർപ്പിച്ചിട്ടുള്ള മുസ്ലിങ്ങളും മുസ്ലിം പേരിൽ അറിയപ്പെട്ടവരും ഇസ്ലാമികവും അതേപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലും ഉണ്ടായിരുന്ന 47ഓളം വരുന്ന വിശ്വപ്രതിഭകളെ കുറിച്ചുള്ള ചരിത്രാന്വേഷണമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇത് ഇത്തരത്തിലൊരു സമ്മേളനത്തിൽ നമുക്ക് പാഠമാകേണ്ടതാണ്.
ശാസ്ത്രീയമായ പരാമർശങ്ങളിലെ ഓരോ രംഗങ്ങളിലും വിശുദ്ധ ഖുർആൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഖുർആൻ ശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിന്റെ അവതരണത്തിൽ സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ എനിക്ക് നൽകിയിട്ടുള്ള വിഷയം ഖുർആൻ ശാസ്ത്രം, ഈ രംഗങ്ങളിൽ ഖുർആൻ നിർവഹിച്ചിട്ടുള്ള വിപ്ലവം എന്നതാണ്. ആ വിപ്ലവം തുടർന്നുള്ള കാലഘട്ടത്തിൽ പാഠമാകണമെങ്കിൽ തീർച്ചയായും ഈ ഒരു തലത്തെക്കുറിച്ച് കൂടി നമ്മൾ പ്രതിപാദിക്കേണ്ടതുണ്ട്. അൽ ഹാവി ഫി തിബ് എന്ന ഇമാം റാസിയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായി വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള രേഖകൾ ആധുനിക കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് പരിചയപ്പെടുത്തുന്ന വിവിധ ഭാഗങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. നമുക്കൊക്കെ പരിചയമുള്ള ദ കാനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഖാനൂൻ ഫി തിബ് അവിസന്ന ഇബ്നു സീന മുസ്ലിം പക്ഷത്തു നിന്നാണ് ഈ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്ന ജാബിർ ഇബ്നു ഹയ്യാനെ കുറിച്ചുള്ള പഠനങ്ങളിൽ, അതേപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ ഓപ്റ്റിക്സിന്റെ ഇബ്നു ഹൈത്തമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓപ്റ്റിക്സിനെ കുറിച്ച പ്രകാശത്തെ കുറിച്ചുള്ള പഠനങ്ങളിൽ എല്ലാം നിർവഹിക്കപ്പെട്ടത് കേവലം ഏതെങ്കിലും ഒരു പാറമടകളിൽ പോയി ഇരുന്നു കൊണ്ട് ധ്യാനം നടത്തി കൈവഴുതിയിലാക്കിയിട്ടുള്ള വിജ്ഞാനത്തിന്റെയോ ദിഷണയുടെയോ മേഖലകളായിരുന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ അവരിലേക്ക് നൽകിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ പോകുമ്പോഴാണ് ലോകം കാതോർത്തിരുന്ന ഇന്നും അവലംബിക്കുന്ന ശാസ്ത്രീയമായ രംഗങ്ങളിലേക്ക് അവർക്ക് നടന്നു നീങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഒറ്റ ഭാഗം പറഞ്ഞുകൊണ്ട് എൻ്റെ സമയത്തിൻ്റെ പരിമിതിയിലിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭൂമിയുടെ ഗോളാകൃതിയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വേള വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ ഭൂമി പരന്നതാണ് എന്ന് പറയുന്നൊരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനായ എം എം അക്ബർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രംഗത്ത് ചെയ്തിട്ടുള്ള സുത്യർഹമായ സേവനത്തെ വിലമതിക്കുകയും ആ സേവനത്തെ തീർച്ചയായും ഏറ്റവും കൂടുതൽ ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അല്പം ഭീതിയോടുകൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. ഗോളാകൃതിയെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ വിമർശകന്മാർക്ക് ഒരു കാരണവശാലും ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ താല്പര്യമില്ല. ഭൂമി എപ്പോഴും പരന്നതായിരിക്കണമെന്നതാണ് വിമർശകന്മാരുടെ ലക്ഷ്യം. എന്തുകൊണ്ട്? ഭൂമിയെ പരത്തുമ്പോൾ മാത്രമേ അവർക്ക് ഇസ്ലാമിന്റെ വിമർശനത്തെ ഉരുട്ടാൻ കഴിയൂ. ഭൂമിയെ പരത്തുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ വിമർശനത്തെ അവർക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയൂ. ആ ഉരുട്ടിയെടുക്കുക തന്ത്രമാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ ഭൂമിക്ക് പുറത്തു നിന്ന് നിരീക്ഷിക്കുമ്പോഴാണ് ഭൂമിയുടെ ഗോളാകൃതിയെ സംബന്ധിച്ച് അനുഭവപ്പെടുന്നത്. നേരെ മറിച്ച് ഭൂമിയിലെ മനുഷ്യന് ആപേക്ഷികമായി ഭൂമി പരന്നതായിട്ടാണ് അനുഭവപ്പെടുക. ആ മേഖലകളിലേക്കല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് ശാസ്ത്രീയമായ രംഗത്ത് വിശുദ്ധ ഖുർആൻ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചന എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ഇതൊരു പുതിയ കണ്ടെത്തലൊന്നുമല്ല. നേരെ മറിച്ച് BC-യിൽ പൈതഗോറസ് കണ്ടെത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആര്യഭട്ടയും അതേപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഭൂമിയുടെ ഗോളാകൃതി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 461 തവണയാണ് ഭൂമിയെ സംബന്ധിച്ചും ഭൂമിയോടനുബന്ധമായ ജീവിത മേഖലകളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഒരു വേള 1519 മെഗല്ലന്റെ സമുദ്രയാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഭൂമിയുടെ ഗോളാകൃതിയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നമ്മളൊക്കെയും കേൾക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ AD 10-11 നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഇബ്നു ഹസ്മ അദ്ദേഹത്തിന്റെ ഫസ്ലുൽ ഫീ മലലി വൽ അഹ്വാഇ വൻ നിഹൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ എടുത്തുകൊണ്ട് വളരെ കൃത്യമായി ഭൂമിയുടെ ഗോളീയമായിട്ടുള്ള ഗോളാകൃതി ബന്ധിതമായിട്ടുള്ള ഭാഗത്തെ രൂപമെന്ന നിലയ്ക്ക് അവതരിപ്പിച്ചത് കാണാൻ സാധിക്കുന്നതാണ്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി AD 13 മുതൽ 14 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതൊരിക്കലും തന്നെ മെഗല്ലൻ ജനിക്കുന്നൊരു കാലമല്ല, അതിനു മുമ്പാണ്. ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ
വളരെ കൃത്യമായി ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നിർവഹിച്ചതു കാണാൻ കഴിയും. എന്നു മാത്രമല്ല, വളരെ അത്ഭുതകരമായി നമ്മൾ പരിശോധിച്ചു നോക്കുക, ഖിബലയുടെ ദിശ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലോകം അതിശക്തമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട്. സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു ശാസ്ത്രശാഖ, അഥവാ ഗോളീയമായ ത്രികോണമിതി എന്ന് പറയുന്നത്. ഗോളീയമായ ത്രികോണമിതിയുടെ പിതാവെന്ന് പറയുന്നത് മൂസാ ഖുവാറസ്മിയാണ്. മൂസാ ഖുവാറസ്മി മുസ്ലിം പക്ഷത്തു നിൽക്കുന്ന വ്യക്തിയാണ്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ ശാസ്ത്രീയമായ പരാമർശങ്ങളെ, ഭൂമിയെക്കുറിച്ച, ചന്ദ്രനെക്കുറിച്ച, സൂര്യനെക്കുറിച്ചുള്ള സഞ്ചാര മേഖലകളെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലൂടെയാണ് ഖുവാറസ്മി ഇത്തരത്തിലുള്ള ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. ഖലീഫ മഅ്മൂന്റെ കാലത്ത് ഭൂമിയുടെ ചുറ്റളവിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ പഠനങ്ങൾ തന്നെയാണ് പിന്നീട് ശക്തമായി ലോകം കണ്ടെത്തുകയും തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത്. 40,284 കിലോമീറ്റർ എന്ന് മഅ്മൂന്റെ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള പരാമർശം പിന്നീട് ശാസ്ത്രം 40,068 കിലോമീറ്റർ എന്ന്. ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. മാത്തമാറ്റിക്കൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഡ്വേർഡസ് കെന്നഡി അതിൻ്റെ 185 പേജിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു വേള ഗോളാകൃതിയെ സംബന്ധിച്ചുള്ള പരാമർശമാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്നത് എന്തുകൊണ്ട് നേർക്കുനേരെ പറയുന്നില്ല എന്ന് പലപ്പോഴും വിമർശിക്കാറുണ്ട്. നാം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ജീവിക്കുന്ന 2020-കളിലും 2025-ലും ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഈസ് ദ റൗണ്ട് എർത്ത് എന്ന പഠനമാണ്. ഭൂമിയുടെ ആകൃതി ഗോളമാണോ എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ വരെ നിർവഹിക്കുന്നുണ്ട്. ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളത് എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുവെങ്കിൽ, ഒരു വേള ഇപ്പോൾ തന്നെ രംഗത്ത് വരും, അന്ന് പറഞ്ഞ ഭൂമിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഇപ്പോൾ തെറ്റിയില്ലേ എന്നൊരു പരാമർശം വരാം. വിശുദ്ധ ഖുർആൻ ഇന്നാകൃതിയാണ് എന്ന് പറയുന്നതിനു പകരം ഗോളാകൃതി ബന്ധമുള്ള ഒരു പരന്ന സ്വഭാവത്തിലേക്കാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള പരാമർശം കടന്നു വരുന്നത്. അവിടെ വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗം നിങ്ങൾ പരിശോധിക്കുക, വൽ അർള ബഅദ ദാലിക ദഹാഹാ എന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. വൽ അർള ബഅദ ദാലിക ദഹാഹാ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഈ പരാമർശവും യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ എന്ന വിശുദ്ധ ഖുർആനിന്റെ പരാമർശവും ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട്. ലിസാനുൽ അറബിൽ ദഹ എന്ന് പറയുന്ന പദം, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ദഹു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ദഹാഹ എന്ന് പറഞ്ഞാൽ ജഅലഹ ഖദ്ദഹിയ എന്നാണ്. ജഅലഹ ഖദ്ദഹിയ യാനി മഅന മദ്ഹുവ എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്താണ് ദഹ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? അൽ ബസ്തു വത്തക്വീർ, അൽ ബസ്തു വത്തക്വീർ എന്നതാണ്. നീട്ടുകയും പരത്തുകയും ചെയ്യുക എന്ന നിലയ്ക്ക്, നീട്ടുകയും പരത്തുകയും ചെയ്യുക എന്ന നിലയ്ക്കും അതേപോലെ തന്നെ ഗോളീയമായിട്ടും രേഖപ്പെടുത്തിയൊരു പദമാണ്. തക്വീർ എന്ന് പറയുന്നത് ഗോള സമാനമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിനെയാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ബസ്തു എന്ന് പറയുന്നത് പരത്തുന്നതുമായി ബന്ധപ്പെടുത്തിയതാണ്. അഥവാ ആപേക്ഷികമായി നമുക്ക് പരന്നതായി തോന്നുമെങ്കിലും ഗോളീയമായ ആകൃതിയിൽ പരത്തപ്പെട്ട വിധാനിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ചുള്ള പരാമർശം നിർവഹിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരൊറ്റ ഭാഗം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഓരോ പരാമർശങ്ങളിലും ഓരോ ബിന്ദുക്കളിലും ഒളിഞ്ഞുകിടക്കുന്ന അതിശക്തമായ വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും രംഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമ്മേളനത്തിന്റെ ഫലം നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ഞാൻ ഒരു പിതാവിന്റെ മകനാണ്, നമുക്ക് മക്കളുണ്ട്. ആ മക്കളെ നമ്മുടെ പ്രപിതാക്കന്മാരായ ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ രംഗങ്ങളിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും അതിന്റെ ശാസ്ത്രീയതയും അതിന്റെ അജയ്യതയും ലോകത്തേക്ക് ബോധ്യപ്പെടുത്തി ദൃഢബോധ്യത്തോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളെ പ്രസരിപ്പിക്കാൻ, പ്രബോധനം ചെയ്യാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നമുക്ക് പ്രേരണയേകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ള പ്രസ്തുത വചനം അതാണ് നമ്മെ ഉണർത്തുന്നത്. അല ബസീറ
ഏറ്റവും നല്ല ദൃഢബോധ്യത്തോടു കൂടിയിട്ടായിരിക്കണം ഖുർആനിക ആശയത്തെ സമൂഹത്തിലേക്ക് നയിക്കാൻ കഴിയേണ്ടത്. അതുകൊണ്ട് ശാസ്ത്രം ഖുർആൻ എന്ന് പറയുന്ന ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ അന്വേഷണങ്ങളിലൂടെ കൂടുതൽ ശാസ്ത്രീയ പരാമർശങ്ങൾ കണ്ടെത്തുകയും വിശുദ്ധ ഖുർആനിന്റെ അജയ്യതയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ വചനം നമ്മെ ഏവരുടെയും മനസ്സ് തുറപ്പിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.